ISL സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി പ്രതീക്ഷകൾ മുഴുവൻ സൂപ്പർ കപ്പിലേക്ക്. ഒരു സൂപ്പർ സൈനിങ് വരാനിരിക്കുന്നു. ആരായിരിക്കും അത്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ടെൻബർഗ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അത് കുറെ തിരക്കും കാര്യങ്ങളായിരുന്നു, ജോലി സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ശരിക്കും ഇങ്ങോട്ടൊന്നും നോക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ടാഗ് ലൈനിൽ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ISL സീസണിലെ എല്ലാ മാച്ചുകളും കഴിഞ്ഞിരിക്കുന്നു. ഇനി സൂപ്പർ കപ്പാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ കപ്പിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇപ്പോൾ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെയാണ് കളിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ കഴിഞ്ഞ മത്സരങ്ങൾ, അതായത് മുംബൈ സിറ്റിയുമായുള്ള മത്സരമാണെങ്കിലും ഹൈദരാബാദ് FC ആയിട്ടുള്ള മത്സരമാണെങ്കിലും നമുക്ക് പറയാനായി മുംബൈ സിറ്റിയുടെ ആയുള്ള മത്സരം മാത്രമാണ്. അതൊരു മധുര പ്രതികാരം എന്നോണം ആയിരുന്നു ആ മത്സരം. അതായത് എന്താ, മുംബൈയുടെ ഫസ്റ്റ് ഹോം മത്സരത്തിൽ മുംബൈ ആരുമായിട്ടാണോ കളിച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അന്ന് ഗാലറിയിൽ ഹൂ ദ ഫക്കിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചാൻഡ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ തെറി പറഞ്ഞുകൊണ്ടുള്ള ചാൻഡിങ്. സോ അതിനൊരു പ്രതികാരം എന്നോണം ഇവിടെ വന്ന് ഇവിടെ ഇട്ട് തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച സമയത്ത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം സ്ഥാനത്ത് നിന്ന് മുംബൈ സിറ്റി 7ാം സ്ഥാനത്തേക്ക് വരികയും അവരുടെ അടുത്ത മത്സരം ബാംഗ്ലൂർ FC ആയി ജയിച്ചെങ്കിൽ മാത്രം അവർ ക്വാളിഫൈഡ് ആകൂ എന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. അപ്പൊ അതൊരു മധുര പ്രതികാരമായിരുന്നു. പക്ഷെ അവർ ബാംഗ്ലൂർ FC-യുമായിട്ട് ജയിച്ചതോടുകൂടി അവർ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. നമ്മുടെ ആ മധുര പ്രതികാരത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അത് കഴിഞ്ഞാൽ എന്തായാലും മത്സരം ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഹോം മാച്ച് ആയിരുന്നു അത്. പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദ് FC-യുമായിട്ട് എന്താ പറയാ, സമനിലയാണ് വഴങ്ങിയത്. ലഗാത്തോ സ്കോർ ചെയ്യുന്നു. അപ്പോൾ വളരെ മികച്ച ഒരു ഗോള് ഹൈദരാബാദ് FC കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ISL സീസൺ നമ്മളുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഏറെക്കുറെ എന്നല്ല, അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ സൂപ്പർ കപ്പിലേക്കാണ്. സൂപ്പർ കപ്പിലും നമ്മൾ പ്രതീക്ഷ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ ടീമാണ്, പ്രതീക്ഷകൾ നമ്മൾ കൈവിടുന്നില്ല. നമ്മളെന്നും ടീമിനോടൊപ്പം. പിന്നീട് നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് ടോപ്പ് സൈനിങ്ങിനെ പറ്റിയിട്ടാണ്. മാർക്കസ് മെർക്കുലാവോ ആണ് അതേപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ടോപ്പ് സൈനിങ് ഉണ്ടാവും. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ടോപ്പ് സൈനിങ്? ഇവർ ഉദ്ദേശിക്കുന്ന ടോപ്പ് സൈനിങ് എന്താണ്? ടോപ്പ് സൈനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മാനേജർ ആണെങ്കിലും പ്ലെയർ ആണെങ്കിലും ആരും ആയിക്കോട്ടെ, ടോപ്പ് സൈനിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവരെന്തോ വലിയ പേര് കേട്ട അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കേട്ടുകേഴ്വിയുള്ള ഒരു പ്ലെയറിനെ ആണോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതോ നമ്മൾ ഗ്യാരി ഹൂപ്പറിനെ കൊണ്ടുവന്ന പോലെയാണ് ടോപ്പ് സൈനിങ് സൂപ്പർ പ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏതൊരു പ്ലെയറിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയും പുള്ളിക്കുന്ന റെക്കോർഡുകളൊക്കെ ഉണ്ട്, പുള്ളിന്റെ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. ഇപ്പൊ ബെർബറ്റോവ് വന്നത് അതേപോലെയാണ്. ഇപ്പോൾ ബെർബറ്റോവിനെ നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൊണാൾഡോയ്ക്കൊപ്പം മിന്നും പ്രകടനം കാഴ്ചവെച്ച പ്ലെയർ ആണ് എന്നുള്ളതല്ലാതെ എന്താണ് നമുക്ക്, നമ്മൾ ഇപ്പം ഫുട്ബോൾ അധികം ഫോളോ ചെയ്യാത്ത ആളുകൾ കേരളത്തിലുണ്ട്. എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ സീസണൽ ഫാൻസ് ആയിരിക്കാം. അവർ വേൾഡ് കപ്പും അല്ലെങ്കിൽ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ മാത്രം കാണുന്ന ഒരുപാട് ഫുട്ബോൾ ആരാധകർ കേരളത്തിലുണ്ട്. സോ അവരെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് തന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാവുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് ടോപ്പ് പ്ലെയർ എന്ന് പറയാൻ പറ്റും. കേട്ടുകേഴ്വിയുള്ള യൂറോപ്യൻ ഫുട്ബോളിലും ഒക്കെ ആയിട്ട് തകർത്താടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ടോപ്പ് പ്ലെയറിന്, അല്ലെങ്കിൽ തകർത്താടി ടോപ്പായിട്ട് നിന്ന് ഇപ്പോൾ ഇച്ചിരി താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന പ്ലേയേഴ്സ് ആയാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ, ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടീനിയോ, ബ്രസീലിലെ കുട്ടീനിയോ വന്നാൽ അടിപൊളിയാണ്, ടോപ്പ് സൈനിങ് എന്ന് തന്നെ പറയാം. അതിന് സാധിക്കുമോ എന്നറിയില്ല. നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സൈനിങ് ആണെങ്കിൽ അതിനെ ടോപ്പ് സൈനിങ് നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ ചുമ്മാ പുള്ളി അവിടെ കളിച്ചിട്ടുണ്ട്, ഇതാണ് പുള്ളി ടോപ്പ് പ്ലെയർ ആണ്, അതുകൊണ്ട് ടോപ്പ് സൈനിങ് ആണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് ധരിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ ടോപ്പ് സൈനിങ് കൊണ്ട് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. പിന്നെ ഇനി ടോപ്പ് സൈനിങ് മാനേജർ ആണെങ്കിൽ കൂടെ ഇത് ഈ അഭിപ്രായം തന്നെ കേട്ടുകേഴ്വിയുള്ള മാനേജർ ആയിരിക്കണം. വളരെ അഞ്ചലോട്ടിയെ കൊണ്ടുവരുമോ, അതോ മൗറിഞ്ഞോയോ, ആരെയാണ്? അതോ സിദാനെയോ, അതോ ഫ്ലിക്കിനെയോ, പെപ്പിനെയോ, ഫ്ലോപ്സിനെയോ ആരെയും കൊണ്ടുവരാൻ പോകുന്നത്? അങ്ങനെ ആരെങ്കിലും പേര് പറയുന്നത് ചുമ്മാ ടോപ്പ് സൈനിങ് മാനേജർ വരും, ടോപ്പ് സൈനിങ് പ്ലെയർ വരും എന്നൊക്കെ വെറുതെ. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ടോപ്പ് സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് നമ്മളത് നോക്കി കാണുന്നത് ഇപ്പം വലിയ പേര് കേട്ട പ്ലെയർ എന്നുള്ളതല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പ്ലെയർ ആയിരുന്നു ഫെഡോർ ജെർണിച്ച്. അതേപോലെ ഇവാൻ കെലൂഷ്നി, ഹോർഗെ പെരേരഡൈസ്, ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് തന്നെയായിരുന്നു. അതൊക്കെ ടോപ്പ് സൈനിങ് തന്നെയായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ ഭയങ്കര ടോപ്പ് സൈനിങ് തന്നെയായിരുന്നു. ISL കണ്ട ഏറ്റവും വലിയൊരു സൈനിങ് ആയിരുന്നില്ലേ ഫെഡോർ ജെർണിച്ചിൻ്റെത്. സോ ആള് ലിത്വാനിയുടെ ക്യാപ്റ്റനാണ്. ഒരു യൂറോപ്യൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വലിയൊരു സൈനിങ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവാൻ കെലൂഷ്നി, ആൾ നമുക്ക് പിടിച്ച് നിർത്താനുള്ള പറ്റിയില്ല, പക്ഷെ പറ്റുമായിരുന്നു, അതിന് ശ്രമിക്കണമായിരുന്നു. ആൾ പൊതുവെ അവിടെ ഉക്രൈനിന്റെ നാഷണൽ ടീമിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കും. അപ്പോൾ ആളിപ്പോഴും ആളുടെ ഇൻസ്റ്റാഗ്രാം DP-യിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഇട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ആൾക്കൊക്കെ എന്നും യെല്ലോ എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിയുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് നമ്മൾ വലിയ കാശ് കൊടുത്ത് ചുമ്മാ ആരെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ അതിനനുസരിച്ചുള്ള മാനേജ്മെന്റ് ഇവിടെ വേണം, മാനേജർ വേണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വേണം, അതിനുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാവണം. ആകെ നമുക്കുള്ളത് ചങ്ക് വെച്ച് കൂടെയുള്ള കുറച്ച് ഫാൻസ് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ഇല്ലാന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും ഈ ഫാൻസ് നല്ലൊരു ടീമിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, നല്ലൊരു മാനേജ്മെന്റിനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും അവരൊരു നല്ല സ്ഥാനം, അതായത് നല്ലൊരു സ്ഥാനം, നല്ലൊരു ലീഗ് അവസാനിക്കുമ്പോൾ അവിടെ നല്ലൊരു പ്ലേസ് ഇവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഫാൻസ്. അപ്പോൾ എന്ത് തന്നെ ആയാലും, ഇനി ഏത് വലിയ ടോപ്പ് സൈനിങ് ആണോ, ഏത് വലിയ എന്ത് തേങ്ങയാണെങ്കിലും അത് നെക്സ്റ്റ് ഇയറിൽ
ഫാൻസിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതായിരിക്കണം, ടീമിന് ഗുണമുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയറും നമ്മൾ ഒരു ISL കിരീടം തന്നെ മോഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സീസൺ അവസാനിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മൾ നമ്മുടെ ഹോപ്പ് മുഴുവൻ ഇടുന്നു. താങ്ക് യു.